പൊതുസമൂഹത്തിനുണ്ടാകുന്ന ചില ധാർമ്മിക അളവുകളുണ്ട്. അതിന്റെയൊക്കെ എല്ലാ സീമകൾക്കും അതീതമായിട്ടുള്ള തോന്നിവാസവും തെമ്മാടിത്തരവുമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മന്ത്രിയുടെ രാജിക്ക് അത് മേടിക്കാനുള്ള ആർജവവും ശേഷിയും പിണറായി വിജയൻ ഇല്ല എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ബോധ്യപ്പെട്ടു. അത് സരിത കേസിലായാലും ശ്രീവിദ്യ കേസിലായാലും യാമിനി തങ്കച്ചന്റെ പരാതിയിലായാലും ഒക്കെ അന്ന് പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ശേഷി പോലുമില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ പുതിയ ഭാര്യ ബിന്ദുവിന്റെ ആരോപണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത വന്നത് കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ ജയിലിന് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് ഗണേഷ് കുമാർ ഇടപെട്ടിട്ടാണെന്നുള്ള ആക്ഷേപം വന്നു. അതിലൊന്നും ഒരു നടപടി സ്വീകരിച്ചില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചാൽ ഗണേഷ് കുമാർ വാ തുറന്നാൽ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഉമ്മൻചാണ്ടിയെ ബലിയാടാക്കിയതിന്റെ ഗൂഢാലോചനകൾ മുഴുവൻ പുറത്തു പറയുമെന്നുള്ള ഭയമാണ് പിണറായി വിജയനെ വേട്ടയാടുന്നത്. ഇവിടെ 5000 പ്രേമമുള്ളവർ ആ പണിക്ക് പോകട്ടെ, അത് സമയമുള്ള ആളുകൾ മന്ത്രിപ്പണി എടുക്കട്ടെ. ഇവിടെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിമാരായിട്ടുള്ള 2 പേരുടെ പ്രത്യേകത, ഒന്ന് കോടതിയിൽ ഇരിക്കുന്ന ജെട്ടി കട്ട കേസിലെ അയോഗ്യനാക്കപ്പെട്ട ഒരാള്, അയാൾക്ക് ഇപ്പൊ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് CPM വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ആള് സ്വന്തം മുറിയിൽ ഭാര്യയ്ക്ക് കടന്നു പോരാൻ പറ്റാത്ത അത്ര ഗതാഗത കുരുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പരമാവധി പരസ്ത്രീകളെ വിളിച്ചു കയറ്റുന്ന തിരക്കിൽ ഉള്ള പരമയോഗ്യനായിട്ടുള്ള ഗണേഷ് കുമാർ. എന്തായാലും ഈ ഗതാഗത വകുപ്പ് എന്തായാലും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. രണ്ടാമത്തത്, ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എഴുതിയ കത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടുള്ള CD തപ്പാൻ പോയ കുറെ ആളുകളുണ്ട്. ആ CD തപ്പാൻ പോയവരൊക്കെ ഇന്ന് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ചിത്രങ്ങൾ തപ്പാനുള്ള രാഷ്ട്രീയ ആർജവം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം രാഷ്ട്രീയമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഗണേഷ് കുമാർ പറയുന്നത് 112ലേക്ക് വിളിക്കുന്ന സ്ത്രീകൾക്ക് വട്ടാണെന്നാണ്. സ്വന്തം ഭാര്യയ്ക്ക് വട്ടാണെങ്കിൽ അടിയന്തരമായിട്ട് ആശുപത്രി കൊണ്ടുപോകണം. കാരണം മന്ത്രിയെ കാണാൻ മന്ദിരത്തിലെത്തുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലോ. അപ്പൊ ഭാര്യയ്ക്ക് വട്ടാണെന്ന് അദ്ദേഹത്തിന് ഇത്ര ബോധ്യമുണ്ടെങ്കിൽ വീണ ജോർജിനെ വിളിച്ച് ചികിത്സയ്ക്കുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ ഭാര്യയ്ക്കല്ല വട്ട്, ഇയാൾക്കാണ്. പണ്ട് VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ ആ വട്ടാണ് ഇയാൾക്കുള്ളതെന്ന് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു. അടിയന്തരമായിട്ട് ചികിത്സ പിണറായി സർക്കാർ ഏർപ്പാടാക്കണം. ഇനി ഭാര്യ മാപ്പ് കൊടുത്തത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള ചോദ്യങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നില്ല. ഇന്നലെ രാത്രി വിളിച്ച് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വിഷയം സെറ്റിൽ ചെയ്യുമ്പോൾ അതിനു മുമ്പ് നടന്നിട്ടുള്ള ആ സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള അട്രോസിറ്റിയിൽ എന്ത് നടപടി സ്വീകരിച്ചു? ആ നടപടി സ്വീകരിക്കണ്ടേ? ശാന്തൻ എന്ന് പേരുള്ള ആൾ അശാന്തനായിട്ട് ഭാര്യയെ കയറി പിടിച്ചതിൽ ഗണേഷ് കുമാറിന് ഒരു ആക്ഷേപമില്ലേ? സ്വന്തം ഭാര്യയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് മൊബൈൽ പിടിച്ചു പറിക്കാൻ നോക്കിയ ശാന്തനെതിരെ നടപടി എടുക്കണമെന്ന് ഗണേഷ് കുമാറിന് പറയാനില്ലേ? അങ്ങനെ പറയാൻ പറ്റാത്തത്ര ധാർമ്മികമായിട്ട് അധപ്പതിച്ച ആളുടെ പേരാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് പത്തനാപുരത്ത് നിന്ന് ഇനി ജയിച്ചാലല്ലേ മന്ത്രിയാകുള്ളൂ. 6 ദിവസക്കാലം കൂടി ചുമന്നോ കുഴപ്പമില്ല. പത്തനാപുരത്ത് ഇനി ജയിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മരണപ്പെട്ടതിന് ശേഷം കേരളത്തിലെ സകല മനുഷ്യരും, മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള മനുഷ്യർ നീതിമാനായിരുന്നു എന്ന് വിലയിരുത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വേട്ടയാടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്ത് കാത്തിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ തോൽവിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഇന്നത്തെ ചർച്ചയിൽ എന്താ അഭിലാഷേ CPMന്റെ പ്രതിനിധികൾ വരാത്തത്? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് മറ്റ് ചാനലുകളും കൂടി പരിശോധിച്ചു. CPMന്റെ പ്രതിനിധികളില്ല. CPMന് നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഗണേഷ് കുമാറിന്റെ പെണ്ണ് കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് അവർക്ക് ധാർമ്മികമായിട്ട് അവകാശമില്ലാതെ പോകുന്നത്, ആർജവമില്ലാതെ പോകുന്നത്? ഇവര് സംരക്ഷിക്കുന്നത് കൊണ്ടാ. മറ്റാരെങ്കിലും കുറിച്ചാണെങ്കിൽ മാധ്യമ മേഖലയിലോ സിനിമാ മേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ മറ്റേതെങ്കിലും വ്യക്തിത്വത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയാണെങ്കിൽ CPMകാർ പടയും പട്ടാളവുമായിട്ട് വരുമല്ലോ. ഇന്ന് ഗണേഷ് കുമാറിന്റെ ഈ കേസ് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ടാണ് CPMന് ധൈര്യമില്ലാതെ പോകുന്നത്? അതിന് കാരണം ഈ തോന്നിവാസം മുഴുവൻ ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ കക്ഷത്തിലാണ് പിണറായി വിജയന്റെ തലയിരിക്കുന്നത്. കാരണം സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ച് അധികാരത്തിൽ വന്നതിന്റെ ഗൂഢാലോചന രഹസ്യങ്ങൾ ഇപ്പോഴും ഗണേഷ് കുമാറിന്റെ ഫോണിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നടപടിയെടുക്കാൻ പറ്റാത്തത്, ഒരു വാക്കുരിയാടാൻ പറ്റാത്തത്.